പാലക്കാട് കോട്ട മൈതാനം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് കാണുന്നത്. തിരമാലകൾ പോലെ ജനങ്ങൾ വരികയാണ്. അകത്ത് കയറാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ ജനങ്ങൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ പുറത്ത് കവിഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അകത്തോട്ട് കടത്തിവിടാൻ പറ്റുന്ന സ്റ്റേഡിയം ഫുള്ളായി കഴിഞ്ഞു. പ്രധാനമന്ത്രി ഇനി മണിക്കൂറുകൾക്കുള്ളിൽ എത്തിച്ചേരുമെങ്കിലും ഇന്നത്തെ പരിപാടിയിൽ പാലക്കാട് ജനസാഗരം തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എന്തായാലും ജനങ്ങൾ വളരെ അധികം ആവേശത്തോടും ഊർജ്ജസ്വലവുമായിട്ടാണ് വരുന്നത്. ഇതെല്ലാം വോട്ടായിട്ട് മാറിയാൽ സുരക്ഷിതമായിട്ട് പാലക്കാട് എന്നല്ല സമീപ പ്രദേശ മണ്ഡലങ്ങളിലെല്ലാം ഒറ്റപ്പാലവും എല്ലാം വളരെയധികം MLA-മാർ ഈ പ്രാവശ്യം NDAയുടെ MLA-മാർ നിയമസഭയിൽ എത്തുമെന്ന് തന്നെയാണ് ഈ ജനസാഗരം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിരവധി ജനങ്ങളാണ് പാലക്കാട് ഈ കോട്ട മൈതാനത്തേക്ക് എത്തിച്ചത്. നിറഞ്ഞ ഈ ഏതാണ്ട് 40 ഡിഗ്രിക്ക് അടുത്തോളം ചൂടും ഉള്ള സമയത്താണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നത്. കോട്ട മൈതാനത്ത് നടക്കുന്ന ഈ വേദിയിലേക്ക് അകത്ത് കയറാൻ പറ്റാതെ നിരവധി പ്രവർത്തകരും ജനങ്ങളുമാണ് വെളിയിൽ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ കോട്ട മൈതാനത്ത് അറിയാം, മൈതാനത്തിന്റെ ഒരു സൈഡിൽ നിരവധി മരങ്ങളൊക്കെ ഉണ്ട്. ആ മരത്തണൽ ഉണ്ടായതിന്റെ ഒരു ഭാഗ്യം കൊണ്ടാണ് ജനങ്ങൾക്ക് ഈ ചൂടടിക്കാതെ ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ആയിരക്കണക്കിന് സ്ത്രീകളും പുരുഷന്മാരും പ്രവർത്തകരും ഇപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആർക്കും ഇനി അകത്ത് കടക്കാൻ പറ്റത്തില്ല. എങ്കിൽ തന്നെയും എല്ലാവരും നിറഞ്ഞ മനസ്സോടെ അവിടുന്ന് ദൂരെ നിന്ന് നോക്കിക്കാണാൻ പറ്റുന്ന LED കൂടെ കാണുന്ന പ്രദർശിപ്പിക്കുന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ആവേശത്തോടെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും പാലക്കാട് ഒരു ചരിത്ര സംഭവമായിട്ടാണ് നിരവധി പരിപാടികൾ ഇത്തരം കോട്ട മൈതാനത്ത് നടന്നിട്ടുണ്ടെങ്കിലും ഇത്തരം ജനസാഗരം വരുന്നത് ആദ്യമായിട്ടാണ്. ഇത്രയും ഈ വെയിലത്തും ജനങ്ങൾ ഓടിയെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണാനും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ശ്രവിക്കാനും ശോഭാ സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്യാനും ശോഭാ സുരേന്ദ്രന്റെ വൻ ഭൂരിപക്ഷത്തോട് നിരവധി തവണ പരാജയങ്ങളേറ്റുന്ന ഒരു വനിതാ നേതാവും ശക്തമായ NDAയുടെ ഒരു സ്ത്രീ സാന്നിധ്യമായിരുന്ന ഒരു ശോഭാ സുരേന്ദ്രൻ എന്ന വനിതാ നേതാവിനെ നിയമസഭയിൽ തീർച്ചയായിട്ടും ഈ സമയം എന്ത് വില കൊടുത്തും എത്തിക്കും. അതിനുള്ള പുറപ്പാടിലാണ് ഇവിടുത്തെ ജനങ്ങളും സമീപ പ്രദേശ മണ്ഡലങ്ങളിലൊക്കെ നിരവധി ജനങ്ങളാണ് ഓടിയെത്തുന്നത്. യാതൊരു സംശയം വേണ്ട. ഈ സമയം ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ നിയമസഭയിൽ വനിതകൾ പ്രാതിനിധ്യമായിട്ട് എത്തിച്ചേരുമെന്നാണ് ഈ വരുന്ന പ്രവർത്തകരെല്ലാം ആവേശത്തോടു കൂടിയാണ് നമ്മുടെ പറയുന്നത്. എന്തായാലും ഈ ചൂടത്തും ഇത്രയും കഠിനമായ ഈ ഉച്ച സമയത്ത് ഏതാണ്ട് 1 മണിയോട് അടുപ്പിച്ച് നിൽക്കുമ്പോഴും ഈ സമയത്ത് വളരെയധികം ചൂടാണ്. പക്ഷേ അകത്തോട്ട് കയറ്റി വിടുന്നില്ല. മൈതാനത്തിന്റെ അകത്ത് കയറാൻ പറ്റാത്തില്ല. പക്ഷെ പുറത്ത് അറിയാം, ഇവിടെ മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ജനങ്ങൾക്ക് അല്പം ആശ്വാസമുണ്ട്. എങ്കിൽ തന്നെയും പ്രധാനമന്ത്രി ഏതാനും മണിക്കൂറുകൾക്ക് എത്തുമെങ്കിലും വളരെ വൻ ജനാവലിയാണ് എത്തിയിരിക്കുന്നത്. അകത്തോട്ട് പോലീസ് കയറ്റിവിടാത്ത രീതിയിൽ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. ഇനി അകത്ത് കിടക്കാൻ പറ്റില്ല. വൻ ജനാവലിയാണ്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ എന്നുള്ള ഒരു വനിതാ നേതാവ് തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ഇത് കേരള നിയമസഭയിൽ ശക്തമായ പ്രാതിനിധ്യത്തോടെ എത്തിച്ചേരും. അതിനു വേണ്ടുന്ന ജീവൻ ബലി കൊടുത്തായാൽ പോലും അല്ലെങ്കിൽ ഏത് തരത്തിലായാലും അവർ വോട്ട് ചെയ്ത് വോട്ടാക്കി മറ്റ് ജനപ്രതിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടും. ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും വലിയ അവരുടെ അവകാശമായ ജനങ്ങളുടെ അവകാശം ഈ തെരഞ്ഞെടുപ്പിൽ വിനിയോഗിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ജനത്തിരക്ക് കാണുമ്പോൾ വളരെയധികം കേരളം തന്നെ ഈ പ്രാവശ്യം ഭരണത്തിലേറി പോകും. NDAയുടെ ഭരണം വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രവർത്തകരും എല്ലാവരും. കർമ്മ ന്യൂസ് രാമഭദ്രൻ.